ആക്ച്വലി ബ്യൂട്ടി ഇൻഡസ്ട്രിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മെയിൻലി പ്രൈസ് വാർ തന്നെയാണ്. ഇപ്പോൾ നല്ല ക്വാളിറ്റി കൊടുക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും ചീപ്പറായിട്ട് ഹൈഡ്രാ ഫേഷ്യൽസോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നല്ല പ്രോഡക്ട്സ് യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ അതനുസരിച്ച് നമുക്ക് സർവീസ് കോസ്റ്റ് വരും. ഞങ്ങൾ ആക്ച്വലി ഇതുവരെ ഹൈഡ്രയ്ക്ക് ഓഫർ ഇട്ടിട്ടില്ല, കാരണം മുതലാവില്ല. ഭയങ്കര ചീപ്പറായിട്ട് നമ്മൾ സർവീസ് റേറ്റ് ഇടുമ്പോൾ അത് നമുക്ക് അത്ര പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത്തരം ചീപ്പർ റേറ്റിൽ കിട്ടുന്ന പ്രൊഡക്ട്സ് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഗവൺമെൻറ് എന്നുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മെയിൻലി GST അല്ലെങ്കിൽ ടാക്സ് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു പ്രശ്നമാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിലാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 18% നമ്മുടെ ടാക്സ് വരുന്നത്. അപ്പോൾ നമ്മൾ ഓരോ വർഷം നമ്മുടെ എക്സ്പെൻസ് ആക്ച്വലി കൂടിക്കൊണ്ടിരിക്കുകയാണ്, പ്രോഡക്റ്റ് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ നമുക്ക് സർവീസ് റേറ്റ് കൂട്ടാൻ പറ്റുന്നില്ല. അപ്പോൾ അതേപോലെ തന്നെ GST നമുക്കൊരു ബാധ്യതയായിട്ട് വരുന്നുണ്ട്. ശരിക്കും ഓണേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഗവൺമെൻറ് ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഇൻഫിൻ പ്ലസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഒരു ഓന്ത്രപ്രണറാണ്, ഒരു ഗുഡ് ലുക്കിംഗ് ഓന്ത്രപ്രണർ. സ്വാഗതം ചെയ്യാം ശ്രീ ഗോപിക. ഇന്ന് ബ്യൂട്ടി ഇൻഡസ്ട്രി ഒരുപാട് തരത്തിലുള്ള വെല്ലുവിളികളും എന്നാൽ ഒരുപാട് ഇടങ്ങളിൽ വളരെയധികം വെൽക്കം ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അത് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? പ്രശ്നങ്ങൾ ആക്ച്വലി ബ്യൂട്ടി ഇൻഡസ്ട്രിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മെയിൻലി പ്രൈസ് വാർ തന്നെയാണ്. അതായത് നേരത്തെ നമുക്ക് ആക്ച്വലി ഇങ്ങനെ ഒരു പ്രൈസ് വാർ ഇല്ലായിരുന്നു. ഇപ്പോൾ ശരിക്കും പാഷനേറ്റ് ആയിട്ട് ഇത് പഠിച്ച് വരുന്ന ആൾക്കാരല്ലാണ്ട് തന്നെ ഒരുപാട് പേര് ഇതിന്ന് ഒത്തിരി കാശ് കിട്ടും എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുന്നുണ്ട്. അതായത് ജസ്റ്റ് അവർ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുക, കുറച്ച് കാശ് ഉണ്ടാക്കുക, ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക, സ്റ്റാഫുകളെ മാത്രം വെച്ചിട്ട് സർവീസ് ചെയ്യുക, അങ്ങനെ കാശുണ്ടാക്കാം എന്ന് പറഞ്ഞ് വരുന്ന ഒത്തിരി പേരുണ്ട്. അപ്പം ഇനീഷ്യലി അവരത് സ്റ്റാർട്ട് ചെയ്യും, പിന്നെ അത് റൺ ചെയ്ത് പോകാൻ പറ്റാണ്ടാവുമ്പോഴത്തേക്ക് അവർ ഗ്രാജുവലി പ്രൈസ് കുറച്ച് തുടങ്ങും, പ്രൊഡക്ട്സിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു തുടങ്ങും. പിന്നെ ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയാസും ഇല്ലാണ്ട് എന്തൊക്കെ പ്രോഡക്ട്സാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബാക്കി സലൂണുകാർക്കും അതൊരു പ്രശ്നം വരും. ലൈക്ക് ഇപ്പം മോശം പ്രോഡക്ട്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ നമ്മളാണെങ്കിലും അറിയാണ്ട് പോയി ഒരിടത്ത് പെടുന്നു, സർവീസ് ചെയ്യുന്നു, നമുക്കതിൻ്റെ എന്തെങ്കിലും ആഫ്റ്റർ എഫക്ട്സ് വരുന്നു, പിന്നെ നമ്മൾ വേറൊരിടത്ത് പോകാനായാലും നമ്മൾ പേടിക്കില്ലേ? അപ്പം അങ്ങനത്തെ ഒത്തിരി പ്രശ്നങ്ങൾ ഇപ്പം സലൂണുകാർ അനുഭവിക്കുന്നുണ്ട്. സത്യത്തിലൊരു ഗ്രാജുവേഷൻ ലെവൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. കാരണം അത്രയേറെ പഠിക്കാൻ ഉണ്ട്. കാരണം മനുഷ്യൻ്റെ സ്കിന്നുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ്. കാരണം അതിൻ്റെ സൈഡ് എഫക്ട്സ് കാരണം മറ്റു പലതരത്തിലുള്ള മാരകമായ പ്രശ്നങ്ങളുണ്ടാകുന്നത്. എന്തൊക്കെ രീതിയിലാണ്, എന്തൊക്കെ കോഴ്സുകളാണ് നമുക്കിതിന് പഠിക്കാൻ പറ്റുക? നമുക്കിതിന് ഡിപ്ലോമ കോഴ്സസ് ഉണ്ട്, അതേപോലെ കോസ്മെറ്റോളജി കോഴ്സസ് ഉണ്ട്, പിന്നെ മേക്കപ്പിനാണെങ്കിൽ മേക്കപ്പിൻ്റെ സർട്ടിഫൈഡ് കോഴ്സസ് ഉണ്ട്, എയർ ബ്രഷ്, അങ്ങനെ അതിൽ തന്നെ ഒത്തിരി വേരിയേഷൻസ് ഉണ്ട്. ഒത്തിരി കോഴ്സസ് അവൈലബിൾ ആണ്. ഗവൺമെൻറ് തന്നെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് എന്ന് പറഞ്ഞിട്ട് അല്ലാണ്ട് ഈ ചെറിയ രീതിയിൽ കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. 6 months അങ്ങനെ കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഡിപ്ലോമാസ് ചെയ്യുന്നുണ്ട്, PG ചെയ്യുന്നുണ്ട് അതിൻ്റെ തന്നെ. അങ്ങനെ ഒത്തിരി കോഴ്സസ് അവൈലബിൾ ആണ്. ഓക്കെ. ഇപ്പോൾ നിങ്ങളിൽ നിന്ന് കോസ്മെറ്റോളജിസ്റ്റും നമ്മൾ സാധാരണ ഒരു ഡിപ്ലോമ കോഴ്സ് എടുക്കുന്ന ഒരാൾ തമ്മിൽ എന്തൊക്കെ ഒരു വ്യത്യാസം, വേരിയേഷനാണ് നമ്മൾ? ആക്ച്വലി ഡിപ്ലോമ കോഴ്സസിൽ നമുക്ക് കുറച്ചുകൂടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ പഠിക്കുന്നത്. കോസ്മെറ്റോളജി കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ലെവലായിരിക്കും. ഈവൻ സ്കിന്നിൻ്റെ പോലും ഓരോ ഡീറ്റെയിലും പഠിച്ചു വരുന്ന ആൾക്കാരായിരിക്കും കോസ്മെറ്റോളജിസ്റ്റുകൾ. ഓക്കെ. അപ്പം നമ്മൾ ഇപ്പം സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു പ്രൈസ് വാറിനെ കുറിച്ച് പറഞ്ഞു, അപ്പം അതിൻ്റെ പ്രോഡക്ട്സിൻ്റേതായ ക്വാളിറ്റിയെക്കുറിച്ച് പറഞ്ഞു. ഇപ്പം പല ബ്യൂട്ടി പാർലേഴ്സും അല്ലെങ്കിൽ സ്റ്റുഡിയോസും ഒക്കെ അവരുടെ പ്രൊഡക്ട്സ് വളരെ ചീപ്പർ റേറ്റിൽ വളരെ ചീപ്പറായിട്ട് തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. ഉദാഹരണത്തിന് ഹൈഡ്രാ ഫേഷ്യലിംഗ് ഒക്കെ. അപ്പോൾ ആ ഒരു എന്താണ് അങ്ങനെ ചീപ്പായിട്ട് അവർക്ക് കൊടുക്കാൻ കഴിയുന്നത്? നമ്മളെപ്പോഴും ചീപ്പായിട്ടുള്ള പ്രൊഡക്ട്സ് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചീപ്പായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഇപ്പോൾ നല്ല ക്വാളിറ്റി കൊടുക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും ചീപ്പറായിട്ട് ഹൈഡ്രാ ഫേഷ്യൽസോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്കൊരു പ്രോഡക്റ്റ് അറ്റ്ലീസ്റ്റ് ഒരു 1500 to 2000 ഒരു സിംഗിൾ യൂസ് കിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്കൊരു 3000-3500 നമ്മൾ ചാർജ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ പ്രോഡക്റ്റ് വെച്ചിട്ട് സർവീസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് സ്റ്റാഫ് കോസ്റ്റ് ഉണ്ട്, അതേപോലെ കറണ്ട് ഉണ്ട്, റെൻ്റ് ഉണ്ട്, പിന്നെ എന്തെങ്കിലും പ്രോഫിറ്റ് വേണം, പ്ലസ് GST ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ശരിക്കും മെയിനായിട്ട് ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് GST ക്ലയൻറ്റിൻ്റെ നിന്ന് സെപ്പറേറ്റ് മേടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം പ്ലസ് GST എന്ന് പറയുമ്പോൾ ക്ലയൻറ്റ് ചോദിക്കുന്ന ഇത് കൂടാണ്ട് ഇനി GSTയും പ്ലസ് GST പറയുമ്പോൾ ഒത്തിരി ക്ലയൻറ്റ് പോകുന്നുണ്ട്. മീൻസ് അവർ വില്ലിങ് അല്ല, പക്ഷെ അത് പേ ചെയ്യുന്ന കസ്റ്റമേഴ്സും ഉണ്ട്. അപ്പം മിക്ക സലൂണുകാരും ഫോഴ്സ്ഫുള്ളി ഇൻക്ലൂഡിങ് GST എന്നുള്ളൊരു കാറ്റഗറിയിലേക്ക് വരാനായിട്ട്
ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ്. അഡീഷണൽ GST എന്ന് പറയുമ്പോൾ ക്ലയന്റ് ആലോചിക്കണം, ഓക്കെ ഇത്രയും പൈസ ഞാൻ GST കൊടുത്തിട്ട് സർവീസ് ചെയ്യണോ എന്നുള്ളൊരു കാര്യം ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ ശരിക്കും. അത് ഒത്തിരി സലൂണുകാർ അതിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കാരണം മെയിൻലി ചെറിയ രീതിയിലൊക്കെ സ്ഥാപനം നടത്തുന്ന ആൾക്കാർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായി വരുന്നുണ്ട്. ഇപ്പം നമ്മൾ നല്ല പ്രോഡക്ട്സ് യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ അതനുസരിച്ച് നമുക്ക് സർവീസ് കോസ്റ്റ് വരും ഇല്ലേ. ഇപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ചിലർക്കൊക്കെ 999 ഒക്കെ ഹൈഡ്രാ ഫേഷ്യൽസ് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. 700 അതെ, എങ്ങനെ ചെയ്യാൻ പറ്റുക? നമുക്കിപ്പോൾ അത്യാവശ്യം നല്ല പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് നമ്മൾ ഹൈഡ്രയുടെ നല്ല പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഒരു മിനിമം കോസ്റ്റ് അതിന് വരുന്നുണ്ട്. പിന്നെ ഞാൻ കേട്ടത് ഇപ്പം മിക്കവരും ഈ ഹൈഡ്രാ ഫേഷ്യൽസ് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ക്ലീനപ്പിൻ്റെ പ്രോഡക്ട്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഹൈഡ്രാ ഫേഷ്യൽ ചെയ്ത് കൊടുക്കുന്നതാണ്. അതിൽ ആക്ച്വലി ക്ലയൻറ്റിന് എന്താണ് കിട്ടുക? ശരിക്കും പറ്റിക്കപ്പെടുകയല്ലേ ചെയ്യുന്നത്. ശരിക്കും അങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടിലും ബെറ്റർ ചെയ്യാണ്ടിരുന്നാൽ പോരെ. ഞങ്ങൾ ആക്ച്വലി ഇതുവരെ ഹൈഡ്രയ്ക്ക് ഓഫർ ഇട്ടിട്ടില്ല, കാരണം മുതലാവില്ല. നമുക്ക് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതൊരിക്കലും നടക്കുന്ന കാര്യമില്ല. മെയിൻലി കസ്റ്റമേഴ്സ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഈ ഓഫേഴ്സിന്റെ പിന്നാലെ പോകുന്നതാണ്. ഇപ്പൊ ചില സലൂൺസ് നല്ല ഓഫേഴ്സ് ഇടുന്നുണ്ട്, അല്ലാന്നല്ല, അവർ ഒറിജിനൽ പ്രൊഡക്ട്സ് വെച്ചിട്ട് ഓഫേഴ്സ് ഇടുന്നുണ്ട്. അത് കമ്പനി ആയിട്ടൊരു ടൈപ്പ് വെച്ചിട്ട് നല്ല ബ്രാൻഡുകൾ ഒരു ബൾക്ക് പർച്ചേസും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് അതനുസരിച്ച് ഡിസ്കൗണ്ട്സ് കൊടുക്കുമ്പോൾ അവർക്കത് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ എത്ര കസ്റ്റമേഴ്സ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്കത് കാണണം എന്ന് എത്ര പേര് പറയുന്നുണ്ട്? പറയുന്നില്ല. അതുപോലെ ഞങ്ങൾ ഈ ഇൻഡസ്ട്രി നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കറിയാം മിക്കവരും ഷാംപൂസും കാര്യങ്ങളും ഒക്കെ പുറമെ നല്ല ബ്രാൻഡുകളുടെ വെച്ചിട്ട് ഉള്ളിൽ വേറെ ലോക്കൽ പ്രൊഡക്ട്സ് റീഫിൽ ചെയ്ത് ചെയ്യുന്ന സ്ഥാപനങ്ങളും ഉണ്ട്. പക്ഷെ അത് എത്ര പേർക്ക് അത് മനസ്സിലാവും? ഇപ്പം റെഗുലർലി നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് ചെയ്യുന്ന സലൂൺസ് നിന്ന് സർവീസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് അത് അറിയാൻ പറ്റും. സ്മെല്ലും കാര്യങ്ങളും മാറുമ്പോൾ അറിയാൻ പറ്റും. അല്ലാണ്ട് ഒരു സാധാരണയായിട്ട് പുതിയതായിട്ട് പോകുന്ന ഒരാളിന് അത് അറിയാൻ പറ്റുന്നില്ല. ഇത്തരം ഒരു പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു അവയർനെസ് കൊടുക്കാൻ ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ ആൾക്കാർ തയ്യാറാകുന്നുണ്ടോ? ആക്ച്വലി അവയർനെസ് എങ്ങനെ നമ്മൾ കൊടുക്കും? കാരണം ഈ ഇത്തരം ടെക്നിക്കാലിറ്റിയെ കുറിച്ച് സാധാരണക്കാർക്ക് അറിയില്ല. അതിൻ്റെ ഒരു ടെക്നിക്കൽ എക്സ്പെർട്ടിന് മാത്രമേ അറിയാവൂ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനങ്ങളിൽ ഒബ്വിയസ്ലി നമ്മുടെ ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ഇൻഡസ്ട്രിക്കകത്തും പറ്റിക്കുക എന്നൊരു സാധനം ഉണ്ട്. കാരണം കൂടുതൽ ലാഭം കൊയ്യുക എന്നൊരു സാധനം. അപ്പോൾ അത്തരം ഒരു കാര്യത്തിൽ നിന്നൊരു സാധാരണ മനുഷ്യരെ രക്ഷിക്കുക എന്നൊരു ഒരു റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ടല്ലോ. അപ്പോൾ അതിന് ഇൻഡസ്ട്രി എന്താണ് ചെയ്യുന്നത്? ഇൻഡസ്ട്രി ആക്ച്വലി അതിനു വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ചിലർ അവരവരുടെ ബ്രാൻഡിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ക്വാളിറ്റി പ്രൊഡക്ട്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷെ അത് ക്ലയന്റ് ചൂസ് ചെയ്യുന്ന രീതിയാണ്. ഇപ്പോൾ അത്യാവശ്യം റേറ്റ് ഇട്ട് സർവീസ് ചെയ്യുന്ന മിക്കവരും എനിക്ക് തോന്നുന്നില്ല ലോക്കൽ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നു. കാരണം അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അവർ ആ ചാർജും കൂടി ഈടാക്കിയിട്ടാണ് ആ സർവീസ് ചെയ്യുന്നത്. പക്ഷെ ഭയങ്കര ചീപ്പറായിട്ട് നമ്മൾ സർവീസ് റേറ്റ് ഇടുമ്പോൾ അത് നമുക്ക് അത്ര പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത്തരം ചീപ്പർ റേറ്റിൽ കിട്ടുന്ന പ്രൊഡക്ട്സ് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരിക്കലും കസ്റ്റമേഴ്സ് മനസ്സിലാക്കുന്നില്ല. മെയിൻലി നമ്മുടെ കേരളത്തിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആൾക്കാരെപ്പോഴും ചീപ്പർ പ്രൈസിൻ്റെ പുറകെ പോകുന്നു എന്നുള്ളതാണ്. ക്വാളിറ്റി എടുക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ അത് വളരെ കുറവാണ്. മിക്കവരും ഓക്കെ ഇവിടെ ഈവൻ നമ്മുടെ സലൂണിലാണെങ്കിലും വന്നിട്ട് ഒത്തിരി പേര് കമ്പയർ ചെയ്യാറുണ്ട്. അവിടെ പോലും ഇത്ര പ്രൈസേ ഉള്ളൂ, ഇവിടെ പോലും ഇത്ര പ്രൈസേ ഉള്ളൂ. പക്ഷെ നമുക്ക് ആക്ച്വലി അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ അത് ചോദിക്കുന്ന ക്ലയൻസിനോട് മാത്രമേ നമുക്കത് എന്താണ് അതിൻ്റെ ആ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇവിടെ നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ആൾക്കാർക്കെല്ലാം ഈവൻ നമ്മളിവിടെ പ്രൊഡക്ട്സ് എല്ലാം തന്നെ പബ്ലിക്കലി തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫേഷ്യൽ ചെയ്യുമ്പോഴും ഒന്നും പ്രോഡക്ട്സ് ഹൈഡ് ചെയ്യാറില്ല. മിക്ക സ്ഥലങ്ങളിലും അവർ ബൗളിൽ മാത്രം പ്രോഡക്ട്സ് എടുത്തിട്ടാണ് ചെയ്യണം. നമ്മളിപ്പോൾ പരമാവധി ഇവിടെ സിംഗിൾ യൂസ് കിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യാനാണെങ്കിലും ഇഷ്യൂ ആണ്, ക്ലയൻറ്റിൻ്റെ ഫ്രണ്ട് വെച്ച് തന്നെ പൊട്ടിക്കാനും പറ്റുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ എന്താണ് നമുക്ക് ഈ എക്കോ ടൈപ്പ് ആയിട്ടുള്ള പ്രോഡക്ട്സ് വരുമ്പോഴത്തേക്കും അതിന് നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ അത് കാരണം ഈ സ്റ്റാഫ് പ്രൊഡക്റ്റ് യൂസേജും കാര്യങ്ങളൊക്കെ കൂടുതൽ വരും എന്നുള്ളതുകൊണ്ട് ബൗളിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോകേണ്ട ഓപ്ഷൻസും വരാറുണ്ട്. പക്ഷെ അത് ക്ലയൻറ്റ് ഞാൻ പറയുന്നത് അവർ ചോദിക്കണം എവിടെയാണോ സർവീസ് ചെയ്യുന്നത്. കാരണം അവർ പേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് ചാർജ് ചെയ്യുമ്പോൾ അവർക്കത് ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ട്. അവർക്കത് നോക്കിയിട്ട് സർവീസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ എന്നാണ് എൻ്റെ ഒരു സജഷൻ. സത്യത്തിൽ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടൊരു സംഭവം എനിക്ക് ചോദിക്കാൻ പറ്റുന്നത് ഈ വെളുത്തിട്ട് പാറുക എന്നൊരു സംഭവം ഇതുണ്ട്. അപ്പം ഈ ഇപ്പം അതിൽ നിന്ന് വളരെയധികം ചേഞ്ച് ആണ്. കാരണം പേരലോലി പോലും പേര് ചേഞ്ച് ചെയ്തൊരു കാലത്താണ്. ഇപ്പോഴും ഈ ഇത്തരം സാധനങ്ങൾ ഇത്തരം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാരെ പറ്റിക്കുക, വളരെയധികം കിഡ്നി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടിച്ച് നിരവധി ആൾക്കാരുണ്ട്. ഈ കാര്യത്തിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ഈ കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് സർവീസ് നമ്മൾ എടുക്കാൻ പോയാലും നമുക്കിപ്പോൾ ആക്ച്വലി ഒത്തിരി ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഇല്ലേ. നമുക്ക് യൂട്യൂബ് അവൈലബിൾ ആണ്, ഗൂഗിൾ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നമുക്ക് ChatGPT ഉണ്ട്. ഇതേപോലെ ഒത്തിരി ഓപ്ഷൻസ് നമുക്കുണ്ട്. അപ്പം നമ്മൾ ആദ്യം ഒരു സർവീസ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഇനിഷ്യലി ചെക്ക് ചെയ്യുക, ഓക്കെ എന്തൊക്കെയാണ് ഇതിൽ നിന്ന് നമുക്ക് ഉണ്ടാവാനുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നമുക്ക്. അപ്പം നമ്മൾ
ഒത്തിരി റിസോഴ്സസ് നോക്കുമ്പോൾ നമുക്ക് എവിടെന്നെങ്കിലും ഒക്കെ കുറച്ച് അറിവ് കിട്ടുമല്ലോ. ഇത് വെച്ചിട്ട് നമുക്ക് എക്സ്പേർട്സുമായിട്ട് ഡിസ്കസ് ചെയ്യാം. സലോണിൽ നമ്മൾ സർവീസിന് പോയാൽ പോലും നമുക്ക് അവരോട് ചോദിക്കാം, ഇങ്ങനെ ഞാൻ നോക്കിയപ്പോൾ കണ്ടു, ഇങ്ങനെയുള്ള ആഫ്റ്റർ ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു കൊടുക്കുമല്ലോ, ഇതിലെന്താണ് കണ്ടൻസ് ഉള്ളത്, ഇതിൽ നിന്നും ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും നമ്മളൊരു സജഷൻ ചോദിച്ചിട്ട് മാത്രം എന്തൊരു കാര്യവും ചെയ്യുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. കാരണം നമുക്ക് ഹെയറിലാണെങ്കിൽ തന്നെയും സ്കിന്നിലാണെങ്കിൽ തന്നെയും ഡിഫറെൻറ്റ് ടൈപ്പ് ഹെയറും സ്കിന്നും എല്ലാം ഉണ്ട്. സ്കാൽപ്പ് കണ്ടീഷൻസ് ആണെങ്കിലും നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് ഓരോ ട്രീറ്റ്മെൻറ്റ്സും കൊടുക്കുക. നമ്മൾ യൂസ് ചെയ്യുന്ന ഷാംപൂസ് ഉൾപ്പെടെ എന്ത് ടൈപ്പ് ഹെയർ ആണ്, സ്കാൽപ്പ് ആണെന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ യൂഷ്വലി സലോൺസ് എന്നൊക്കെ അവർ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കി ചെയ്യുന്നവർക്ക് വേറെ ഇഷ്യൂസും കാര്യങ്ങളും ഒന്നും ഉണ്ടാവാറില്ല, നല്ല പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞല്ലേ, ഇപ്പോൾ ഇൻഗ്രീഡിയൻസിൽ തന്നെ ഒരുപാട് നമുക്കത് ചില കാര്യങ്ങളൊന്നും രേഖപ്പെടുത്താത്ത ചില സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ അത്തരം സിറ്റുവേഷൻസ് വരുമ്പോഴത്തേക്കും ഇപ്പം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അതിനുള്ളൊരു പ്രോപ്പർ റെമഡി കിട്ടുന്നുണ്ടോ? കാരണം നിങ്ങളെയും കൂടി ബാധിക്കുന്നൊരു വിഷയമാണത്. അതെ, ഇല്ല, നമ്മളെപ്പോഴും അതുകൊണ്ട് തന്നെ മെയിനായിട്ടും കുറച്ച് നല്ല ബ്രാൻഡ്സിൻ്റെ പിന്നാലെ മാത്രം പോവുക. എന്താണ് പറയുക, അത്യാവശ്യം നന്നായിട്ട് ലൈസൻസ്ഡ് ആയിട്ടുള്ള ബ്രാൻഡ്, ഇപ്പം ലൈക്ക് എന്താ പറയുക, പേര് കേട്ട ഒത്തിരി ബ്രാൻഡുകളുണ്ടല്ലോ, നമ്മൾ കുറച്ചും കൂടെ സേഫർ ആയിരിക്കും അങ്ങനത്തെ പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ. കാരണം ഒരു ബ്രാൻഡ് അത്ര ഡെവലപ്ഡ് ആയി കഴിയുമ്പോൾ അവരെന്തായാലും അവരുടെ പ്രോഡക്ട്സിൽ അവർ അത്യാവശ്യം നല്ല ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും യൂസ് ചെയ്യുള്ളൂ. അപ്പം നമുക്കല്ല എന്തെങ്കിലും ഇഷ്യൂ വന്നാലും നമുക്ക് അവർക്കെതിരെ കേസിന് പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം, പാരബൻ ഫ്രീ ആണോ, സൾഫേറ്റ് ഫ്രീ ആണോ, അതേപോലെ തന്നെ അവർ ഫ്രാഗ്രൻസിന് വേണ്ടിയിട്ട് സിലിക്കോൺ ടൈപ്പ് പ്രോഡക്ട്സും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയൊക്കെ നമുക്ക് ചെക്ക് ചെയ്തിട്ട് പ്രൊഡക്റ്റ് പ്രിഫറൻസ് കൊടുക്കാവുന്നതാണ്. ഓക്കെ. ഈ ഗവൺമെൻറ് സത്യത്തിൽ എന്തൊക്കെയാണ്, എന്താ ബേർഡനാണ് നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ട എന്തെങ്കിലും സഹായം നിങ്ങളൊക്കെ? ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നുള്ള സഹായം എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഇപ്പോൾ ഒരു ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ട്, ലൈക്ക് ഒരു ബ്രാഞ്ച് തുടങ്ങണം അല്ലെങ്കിൽ പുതിയൊരു സ്ഥാപനമൊക്കെ തുടങ്ങണം എന്നുണ്ടെങ്കിൽ കുറേ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ലോൺ മുഖാന്തരമൊക്കെ തരുന്നുണ്ട്. ഗവൺമെന്റിൽ നിന്നുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മെയിൻലി GST അല്ലെങ്കിൽ ടാക്സ് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു പ്രശ്നമാണ്. ഇപ്പോൾ വലിയ ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാവില്ല, ഒരു മീഡിയം ടൈപ്പിൽ ബിസിനസ് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും ആ പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിലാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 18% നമ്മുടെ ടാക്സ് വരുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു സർവീസ് 1000 രൂപയ്ക്ക് ചെയ്താൽ നമുക്കതിൽ 180 രൂപ ടാക്സ് ആയിട്ട് പോവുകയാണ്, അതായത് GST ആയിട്ട് പോവുകയാണ്. ശരിക്കും നമ്മുടെ ടേൺ ഓവറിൻ്റെ 18% അവർ ചോദിക്കുന്നത്, നമ്മുടെ എക്സ്പെൻസോ കാര്യങ്ങളോ ഒന്നും പോയിട്ടുള്ള 18% അല്ല അവർ ചോദിക്കുന്നത്. അപ്പോൾ അതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ആവറേജ് ഒരു സർവീസ് കോസ്റ്റ് നമുക്ക് വരുമല്ലോ, ഒരു പ്രോഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് അതിനൊരു കോസ്റ്റ് വരും. പ്ലസ് നമ്മുടെ സ്റ്റാഫിന് ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന പോലത്തെ സാലറിയോ കാര്യങ്ങളോ ഒന്നും അല്ല. മിക്കവർക്കും തെറ്റിദ്ധാരണയുണ്ട്, പുറമേ നിന്ന് വരുന്നവർക്ക് ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റാഫുകൾക്കോ അല്ലെങ്കിൽ ബ്യൂട്ടി ഫീൽഡിൽ നിൽക്കുന്ന സ്റ്റാഫുകൾക്കൊക്കെ ഭയങ്കര ചീപ്പർ ആയിട്ടുള്ള സാലറീസ് ആണെന്ന്. ഒരിക്കലും അല്ല. ശരിക്കും ഒരു IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സാധാരണ ഒരു ഫ്രഷർ ജീവനക്കാരനെക്കാട്ടിലും സാലറിയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആവറേജ് എങ്ങനെ പോയാലും നമുക്ക് അപ്രോക്സ് ഒരു മണിക്കൂറിന് ഒരു 100 to 200 സാലറി കോസ്റ്റ് തന്നെ മാറുന്നുണ്ട്. പിന്നെ നമ്മുടെ റെന്റ്, ഇപ്പം നമുക്ക് നേരത്തെ പോലെ റെന്റും കാര്യങ്ങളൊന്നും തീരെ കുറവല്ല. ഇയർലി തന്നെ നല്ലൊരു രീതിയിൽ റെന്റ് നമുക്ക് എടുക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു 5 to 10%, 20% വരെ ഹൈക്ക് ചാർജ് ചെയ്യുന്ന ബിൽഡിംഗ് ഓണേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോ വർഷം നമ്മുടെ എക്സ്പെൻസ് ആക്ച്വലി കൂടിക്കൊണ്ടിരിക്കുകയാണ്, പ്രോഡക്റ്റ് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ നമുക്ക് സർവീസ് റേറ്റ് കൂട്ടാൻ പറ്റുന്നില്ല. അപ്പോൾ അതേപോലെ തന്നെ GST നമുക്കൊരു ബാധ്യതയായിട്ട് വരുന്നുണ്ട്. ഏകദേശം 18% വരുമ്പോൾ ഈ പറഞ്ഞ പോലെ 180 രൂപ അതിൽ മാറി. പിന്നെ നമുക്ക് പ്രോഡക്റ്റ് കോസ്റ്റ് ഇല്ലേ, സർവീസ് കോസ്റ്റ് ഇല്ലേ, ലൈക്ക് സ്റ്റാഫിൻ്റെ സാലറി കാര്യങ്ങൾ പോകണം, പിന്നെ റെൻ്റ് ഉണ്ട്, കറണ്ട് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം പോയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓണേഴ്സിൻ്റെ കയ്യിൽ ഇപ്പോൾ ശരിക്കും ഒന്നും കിട്ടാനില്ല. ഇത് പോയിട്ട് ഇനി കാർഡ് സ്വൈപ്പ് ചെയ്തിട്ടാണ് അവർ പേയ്മെൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് വേറെയും ചാർജസ് പോകുന്നുണ്ട്. ഇതല്ലാണ്ട് ബാങ്ക് ചാർജസ് വേറെയും പോകുന്നുണ്ട്. ഇപ്പം എല്ലാം ഓൺലൈനും കാര്യങ്ങളാക്കിയതുകൊണ്ട് അതിനും വേറെ ചാർജസ് പോകുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പം ഓണേഴ്സിന്റെ കയ്യിൽ അധികം ഒന്നും എടുക്കാനില്ല. അതെ, ഒരു ഷെയർ അതിലേക്ക് പോകുന്നുണ്ട്. ഇനി ഇതെല്ലാം അവർക്ക് എല്ലാവർക്കും കൊടുക്കുന്നതിൽ ഒരു ഷെയർ കിട്ടും. അതെ, ഇനി ഇതെല്ലാം പൊയ്ക്കോട്ടെ. ലേബർ ഓഫേഴ്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സംഭവം ഉണ്ട്. ശരിക്കും ഓണേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഗവൺമെൻറ് ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഈ ലോൺസ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് ബ്രാഞ്ച് എക്സ്പാൻഷൻ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതല്ലാണ്ട്
ഒരു ഓണറൊക്കെ അവർക്ക് നടത്താൻ വേറെ എന്തെങ്കിലും സാഹചര്യ പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ അവർ വീണുപോയാൽ അവരെ ഒന്ന് പൊക്കിയെടുക്കാനായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളൊന്നും ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ശരിക്കും ഓരോ സ്ഥാപനങ്ങളിലും ലേബേഴ്സിന് വേണ്ടിയിട്ട് ഈ ലേബർ ഓഫീസിൽ നിന്നും കാര്യങ്ങളൊക്കെ അവർ വരാറുണ്ട്. ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് അവരുടെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഓണേഴ്സ് അവർക്ക് പേയ്മെന്റ് കൊടുക്കണം. അതായത് നമ്മൾ ഗവൺമെന്റിലേക്ക് ഒരു എമൗണ്ട് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അതെ, പക്ഷെ ഞങ്ങളുടെ ക്ഷേമം ആക്ച്വലി ആരും അന്വേഷിക്കുന്നില്ല. ഞങ്ങൾ പ്രോപ്പറായിട്ട് ഞങ്ങൾക്കുള്ള പ്രോഫിറ്റ് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ ഇത് എങ്ങനെയാണ് നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പൊ ചിലപ്പോൾ ഭയങ്കര ഡള്ളായിട്ടുള്ള സീസൺസ് വരാറുണ്ട്. ഇപ്പം റോൾ ചെയ്ത് ആ സമയത്ത് ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്ന ഒത്തിരി ഓണേഴ്സ് ഉണ്ട്. നേരത്തെ ഇതിൽ ഭയങ്കര പ്രോഫിറ്റ് ഉണ്ടായിരുന്നു, ഞാനും അത് കേട്ടിട്ടുണ്ട്. ഒത്തിരി ഏകദേശം ഒരു 15-20 years ബാക്ക് ഒക്കെ ഇതിന്ന് ഭയങ്കര പ്രോഫിറ്റ് മാർജിൻ ഒക്കെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ശരിക്കും ഈ ടാക്സും കാര്യങ്ങളും പിന്നെ ഈ സ്റ്റാഫിന്റെ സാലറി ഹൈക്കും പിന്നെ അതുപോലെ റെന്റും എല്ലാം കൂടിയതിന് ശേഷം ഇതിൽ നിന്നും ഒരു ഭയങ്കരമായ പ്രോഫിറ്റ് ഒന്നും മിക്കവർക്കും കിട്ടുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഈവൻ മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണെങ്കിലും ഒക്കെ ഒത്തിരി ചാർജ് ചെയ്യുന്നുണ്ട്. ഈ ചാർജ് ചെയ്യുന്നതിൽ ക്വാളിറ്റി പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നവർക്ക് അത്രയും ചാർജ് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം നമ്മളൊരു പ്രൊഡക്റ്റ് മേടിക്കും പോകുമ്പോഴത്തേക്ക് മാത്രമേ നമുക്ക് അതിൻ്റെ റേറ്റ്സും കാര്യങ്ങളും അറിയാൻ പറ്റുള്ളൂ. നമുക്കത് ഇത്ര നാളെ യൂസ് ചെയ്യാൻ പറ്റും, ഇത്ര കസ്റ്റമേഴ്സിനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ഇടുന്നൊരു എഫേർട്ട്, ഇതിൻ്റെ എല്ലാം ഒരു ചാർജാണ് അവരും മേടിക്കുന്നത്. അപ്പം നമുക്കൊരിക്കലും ഇപ്പം എല്ലാവർക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഓക്കെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഒത്തിരി കാശ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, അവർ കാശ് ഉണ്ടാക്കുന്നുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. മേക്കപ്പിൽ നിന്ന് അവർക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. കാരണം നമ്മൾ സെൽഫായിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിനുള്ള പ്രോഫിറ്റ് കിട്ടുമല്ലോ. പക്ഷെ സലോൺ ഫീൽഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. പക്ഷെ അതിനു വേണ്ടി ആരും ആക്ഷൻസ് ഒന്നും തന്നെ എടുക്കുന്നില്ല. ലൈക്ക് ഇപ്പം കാരണം നമ്മൾ എപ്പോഴും ബിസിനസ്സുകാരെ സപ്പോർട്ട് ചെയ്ത് കുറച്ചും കൂടെ ബെറ്റർ ആക്കി കൊണ്ടുവന്നാലല്ലേ ഇത് വരുള്ളൂ. ഇപ്പൊ ഈ ലേബർ ഓഫീസിൽ നിന്നൊക്കെ അവർക്ക് ഇങ്ങനെ സപ്പോർട്ടും കാര്യങ്ങളും വരുമ്പോൾ ശരിക്കും അത് മിസ്യൂസ് ചെയ്യപ്പെടുന്നുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയും കുറേ പ്രശ്നങ്ങൾ, കുറേ ഓണേഴ്സ് അതും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ശരിക്കും ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾക്കാണെങ്കിലും ഒക്കെ വേണ്ടിയിട്ട് ഗവൺമെന്റ് നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് മിസ്യൂസ് ചെയ്യപ്പെടുന്നുമുണ്ട്. ശരിക്കും ചില ഓണേഴ്സ് അത്രയും ഒന്നും ചെയ്യാണ്ട് തന്നെയും ഇവർ ഓരോ കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ അവർക്കുള്ള സപ്പോർട്ടിന്റെ പേരിൽ ആ ഓണേഴ്സ് ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന കേസസും ഉണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, ഗോപിക നല്ല ഭംഗിയായിട്ട് ഹെയർ കളർ ചെയ്തിരിക്കുന്നു. അപ്പം ഈ ഹെയർ കളറിനെ സംബന്ധിച്ചും നിരവധി ആരോപണങ്ങളുണ്ട്, നിരവധി തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ആക്ച്വലി എങ്ങനെയാണ് നമുക്ക് സേഫായിട്ടൊരു ഇത് ചൂസ് ചെയ്യാൻ പറ്റുന്നത്? സേഫായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇപ്പം ഹെയർ കളറിലും കാര്യങ്ങളിലും എല്ലാം കെമിക്കൽസ് ഉണ്ട്. ഇതെല്ലാം കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് തന്നെയാണ്. ഇതിൻ്റെയൊക്കെ ആഫ്റ്റർ കെയർ നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന കാര്യം. പിന്നെ അതേപോലെ ഇപ്പോൾ റെഗുലർലി കളറിങ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ അമോണിയ ഫ്രീ കളേഴ്സ് ചൂസ് ചെയ്ത് ചെയ്യുമ്പോൾ അത്രത്തോളം പ്രശ്നം അവർക്ക് വരുന്നില്ല. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഹെയർ ഡൈസിനെക്കാട്ടിലും ഏറ്റവും ഒരു സേഫസ്റ്റ് വേ ആണ് ഹെയർ കളറിങ്. കാരണം നമുക്കിപ്പോൾ ഹെയർ കളർ ഇല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. ഇപ്പോൾ ഗ്രേ ഹെയർസ് വരുമ്പോൾ അവർക്കത് കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് കളർ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അമോണിയ ഫ്രീ കളേഴ്സ് ചൂസ് ചെയ്യുക. അപ്പോൾ അവർക്ക് റെഗുലർലി കളർ ചെയ്യുന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പിന്നെ നമ്മൾ അതിൻ്റെ ആഫ്റ്റർ കെയറും പ്രോപ്പറായിട്ട് ചെയ്തു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരുന്നില്ല. എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ബ്രാൻഡ്സ് ചൂസ് ചെയ്യുക. ഓക്കെ, നമ്മൾ മുടി കൊഴിച്ചിലും മറ്റു കാര്യങ്ങളും അത്തരം പ്രശ്നങ്ങളൊക്കെ ഇത് കാരണം ഉണ്ടാവുമോ? അതാണ് ഞാൻ പറഞ്ഞത്, ആഫ്റ്റർ കെയർ നമുക്ക് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ ചാൻസസ് വരാം. പിന്നെ ആഫ്റ്റർ കെയർ ഇപ്പോൾ ഷാംപൂസും കാര്യങ്ങളും നമ്മൾ അതുപോലെ യൂസ് ചെയ്യുക. ഡ്രൈനെസ് വരികയാണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ്സ് എടുക്കുക. കാരണം നമ്മളിപ്പോൾ റെഗുലർലി കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് എന്ത് തന്നെ ചെയ്തിരുന്നാലും നമ്മൾ ഹെയറിന് കുറച്ച് നറിഷ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഹെയർ എപ്പോഴും നറിഷ്ഡ് ആയിട്ടിരുന്ന അങ്ങനത്തെ ഇഷ്യൂസ് വരാൻ ചാൻസ് ഇല്ല. പിന്നെ നമുക്കിപ്പോൾ എന്താ പറയാനായിട്ട് ഹെയർ ഫോൾ ഇതിന്റെ ഒരു ഇഷ്യൂ കൊണ്ട് മാത്രമേ വരാവുള്ളൂ എന്നൊന്നും ഇല്ല. ഞാൻ കണ്ടിട്ടുണ്ട് ഏകദേശം 10-15 വർഷമായിട്ട് സ്മൂത്തനിങ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അതും നല്ല കെമിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. അത് ചെയ്തിട്ട് ഇപ്പോഴും നല്ല വോള്യൂം ഉണ്ട്, ഇപ്പോഴും അതേ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യുന്ന കസ്റ്റമേഴ്സിനെ എനിക്ക് പേഴ്സണലി ഇപ്പോഴും അറിയാം. അവർക്ക് ഹെയറിന് യാതൊരു പ്രശ്നവുമില്ല. കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്തത് കൊണ്ട് ഹെയർ ഫോൾ വരും എന്നുള്ളത് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാരണം നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പോഴും ഹെയർ സാധാരണ ഒരു ട്രീറ്റ്മെന്റും എടുക്കാത്ത ആൾക്കാർക്കുള്ളതിനെക്കാട്ടിലും വോള്യവും നല്ല ഭംഗിയായിട്ടും തന്നെ ആ ഹെയർ കിടക്കുന്നുണ്ട്. അപ്പം എനിക്ക് അങ്ങനെ ഒരു ഇതില്ല. ആഫ്റ്റർ കെയറിനെ സംബന്ധിച്ച് ഷാമ്പൂവിൻ്റെ കേസ് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഷാമ്പൂ നമ്മളൊക്കെ എങ്ങനെ നമ്മുടെ ഒരു ബെസ്റ്റ് ഇതിനൊരു ഷാമ്പൂ എങ്ങനെ ചൂസ് ചെയ്യാം? ഇപ്പം നമ്മൾ ആക്ച്വലി പ്രൊഫഷണൽ ബേസ്ഡ് ഷാംപൂസ് ആണ് നമുക്കിപ്പോൾ സലോണിൽ നിന്ന് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ഹെയർ സ്റ്റൈലിസ്റ്റുകൾ അവരുടെ സ്കാൽപ്പ് കണ്ടീഷൻ, ഹെയർ കണ്ടീഷൻ ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് അതനുസരിച്ചിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഒരുപാട് നല്ല ബ്രാൻഡുകൾ ഉണ്ടല്ലോ, ആ ബ്രാൻഡുകളൊക്കെ തന്നെയും ഓരോ ടൈപ്പ് ഹെയറിനും സ്കാൽപ്പിനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഷാംപൂസ് ഇറക്കുന്നുണ്ട്. ഇപ്പോൾ ഫ്രിസ്സിനാണെങ്കിൽ ഫ്രിസ് കൺട്രോൾ ഷാംപൂസ് ഉണ്ട്, കളേർഡ് ഹെയറിന്
പറഞ്ഞ അതിൻ്റെ ഷാംപൂസ് ഉണ്ട്. പിന്നെ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ ഡാൻഡ്രഫിൻ്റെ ആ സ്കാൽപ്പിനുള്ള ഷാംപൂസ് ഉണ്ട്. അങ്ങനെ ഓരോ ടൈപ്പ് ഷാംപൂസ് മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. അത് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം നമ്മുടെ ഇഷ്യൂ എന്താണ്, നമ്മുടെ ഹെയർ എന്ത് ടൈപ്പാണ്, അതനുസരിച്ചിട്ടുള്ള ഷാംപൂസും മാസ്കും യൂസ് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ മിക്ക ആൾക്കാരും ചെയ്യുന്ന ഒരു തെറ്റ് എന്താണെന്ന് വെച്ചാൽ ഷാംപൂ ചെയ്യുമ്പോൾ ഷാംപൂ മാത്രം ചെയ്യും. അവർ മാസ്കോ കണ്ടീഷണേഴ്സോ ഒന്നും യൂസ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് അത് ഹെയർ പ്രശ്നം വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോൾ ഷാംപൂ ചെയ്താലും അതിന് പക്കയായിട്ട് നമ്മൾ മാസ്കും ഷാംപൂ അത് മാസ്ക് അല്ലെങ്കിൽ കണ്ടീഷണർ നമ്മളത് യൂസ് ചെയ്തിരിക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. സത്യത്തിൽ എനിക്ക് ഷാമ്പു ചെയ്യുമ്പോൾ ഷാമ്പു മാത്രം ഷാമ്പു ചെയ്തിട്ട് ഇല്ല, അങ്ങനെ പാടില്ല. ഓക്കെ ഓക്കെ. ഷാമ്പു ചെയ്തതിന് ശേഷം കണ്ടീഷണർ അപ്ലൈ ചെയ്യാം. അതെ, മസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. എങ്കിൽ മാത്രമേ നമുക്ക് അതിനെ പ്രോപ്പറായിട്ട് ബാലൻസ്. അതെ, കാരണം നമ്മൾ ഡീപ് ക്ലെൻസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പോസ് ക്യൂട്ടിക്കിൾസ് സംഭവങ്ങളൊക്കെ ഓപ്പൺ ആവാറുണ്ട്. അപ്പോൾ അത് നമുക്ക് ക്ലോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്തത് സീൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് ക്ലോസ്ഡ് ആവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഈ പൊല്യൂഷനും സംഭവങ്ങളൊക്കെ അടിച്ചിട്ടായിരിക്കും നമ്മുടെ ഹെയർ ഭയങ്കര ഫ്രിസി ആയി പോകും. അപ്പൊ അത് നമ്മൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. മിക്കവരും ചെയ്യുന്നൊരു തെറ്റ് അതാണ്. അതുപോലെ തന്നെ ഒത്തിരി പേര് ഈ കണ്ടീഷണർ മാസ്ക് ഒക്കെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യും. സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. അതെപ്പോഴും നമ്മൾ ഹെയറിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ കണ്ടീഷണേഴ്സ്. ഷാമ്പൂ മാത്രമാണ് നമ്മൾ ഷാമ്പൂവും എണ്ണ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഷാമ്പൂ നമ്മൾ എപ്പോഴും സ്കാൽപ്പിലാണ് ചെയ്യുന്നത്. ഷാമ്പൂ നമുക്ക് വേണമെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാം. പക്ഷെ നമ്മൾ ഓവറായിട്ട് ഈ ഇത് ചെയ്യാൻ പാടില്ല. ഓവറായിട്ട് നമ്മൾ ഷാമ്പൂ, അതുപോലെ ഷാമ്പൂ എപ്പോഴും നമ്മൾ കുറച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പം ഈ ഒരു നേരത്തെ മുതലേ തന്നെ ഉള്ള ഒരു സംഭവമാണ്, നമ്മൾ ഡെയിലി കുളിച്ചു കഴിഞ്ഞാലൊക്കെ ഈ മുടി കൊഴിയും എന്നൊക്കെ പറയുന്നത്. അതിലെന്തെങ്കിലുമൊക്കെ വാസ്തവം ഉണ്ട്. എപ്പോഴും നമ്മൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റിന് നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം കേരളത്തിലുള്ള ആൾക്കാർ എന്നും ഹെയർ വാഷ് ചെയ്ത് ശീലിച്ച ആൾക്കാരാണ്. ഈവൻ എനിക്കാണെങ്കിൽ പോലും അതുകൊണ്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും ഞാൻ പരമാവധി ശ്രമിക്കും. അങ്ങനെയല്ല, എല്ലാ ദിവസവും കുളിക്കും. പക്ഷെ ഹെയർ വാഷ് ഒരു 2 ദിവസത്തെ ഗ്യാപ്പ് ഇടാൻ ഞാൻ പരമാവധി ശ്രദ്ധിക്കാറുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ വെള്ളം കിട്ടുകയാണെങ്കിലും അതിലും ഒക്കെ ക്ലോറിൻ കണ്ടന്റ് കൂടുതലാണ്. നമ്മൾ നേരത്തെ ഉള്ള പോലെ നല്ല ശുദ്ധമായ കിണറ്റിൽ നിന്നുള്ള വെള്ളമൊന്നും അല്ലല്ലോ നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഡെയിലി ഹെയർ വാഷ് അവോയ്ഡ് ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ ഒരു 2 days കൂടുമ്പോൾ നമ്മൾ ഹെയർ വാഷ് ചെയ്യുകയാണെങ്കിൽ വലിയ പ്രശ്നം നമുക്ക് വരുന്നില്ല. ഈ വെള്ളത്തിന്റെ ഈ കെമിക്കൽ പ്രശ്നമാണോ യഥാർത്ഥത്തിൽ ഹെയർ ഫാൾ ഡെയിലി കുളിക്കുന്ന സമയത്ത്, ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഹെയർ വാഷിൽ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം പറയുന്നുണ്ട്. ഈ കിണറിലെ വെള്ളം ഡെയിലി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ല, അങ്ങനെയാണോ? ഇല്ല, അതിലങ്ങനെ ഞാൻ റിസർച്ച് ഒന്നും ചെയ്ത് കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ ഞാൻ കൂടുതലും കേട്ടിട്ടുള്ളത്, ഈവൻ നമ്മളെ ട്രെയിനേഴ്സും കാര്യങ്ങളൊക്കെ പറയുമ്പോഴും കേട്ടിട്ടുള്ളത് ഡെയിലി ഹെയർ വാഷ് ചെയ്യരുതെന്നുള്ളതാണ്. കാരണം നമുക്ക് ഇപ്പൊ കിട്ടുന്നതും ഈ വെള്ളമാണെങ്കിലും എല്ലാം ഇതുപോലെയാണല്ലോ കിട്ടുന്നത്. പിന്നെ ഓരോ സ്ഥലങ്ങളിലും ചിലടത്ത് സോൾട്ട് കണ്ടന്റ് കൂടുതലുള്ള വെള്ളമായിരിക്കും, ഹാർഡ് വാട്ടേഴ്സ് ആയിരിക്കും. അപ്പൊ അതൊക്കെ പ്രശ്നം വരാനുള്ള ചാൻസസ് നമുക്ക് ഭയങ്കര കൂടുതലാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് പക്ഷെ ഞാൻ കാണുന്നുണ്ട്, ഞാനിപ്പോ പറഞ്ഞില്ലേ, ഈ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരും ഈ പറഞ്ഞ പോലെ ഒരു 2 ദിവസത്തിൽ കൂടുതൽ അങ്ങനെയൊക്കെ നോക്കി വാഷ് ചെയ്യുന്ന ആൾക്കാരാണ്. എല്ലാ ദിവസവും വാഷ് ചെയ്യില്ല, 2 ദിവസം കൂടുമ്പോഴൊക്കെ ഹെയർ വാഷ് കൊടുക്കുള്ളൂ. അതിലും ഷാംപൂയിങ് നമ്മൾ വീക്ക്ലി മാക്സിമം 2 times ഒക്കെ കൊടുക്കാവുള്ളൂ. എല്ലാ ദിവസവും നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഷാംപൂ യൂസ് ചെയ്യാൻ പാടില്ല.